ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. See, this is a very simple experiment to prove Hooke's law. I explained it yesterday, but as you have not answered the question, I will again tell this. Here you can see a spring, and at the end you can see a pan to attach load. When we add, for example, so initially this pointer is attached at the end of the spring. So that pointer, suppose initially it is reading 0. Initially we can adjust the height of the scale and this height of the spring also we can adjust in such a way that this pointer reads 0. Initially it is reading 0. Then we add 20 gram in this pan. 20 gram. Suppose the extension is 1 centimeter. For example, 20 gram added, extension is 1 centimeter. But change in length ആണ് സ്പ്രിങ്ങിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. അതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20 gram, വാട്ട് ഈസ് എക്സ്റ്റൻഷൻ? 1 centimeter. ഇനി 40 gram ആഡ് ചെയ്തു, അതായത് ഒരു 20 കൂടെ ആഡ് ചെയ്തു, അപ്പോൾ 40 ആയി. അപ്പോൾ എക്സ്റ്റൻഷൻ 2 centimeter വി ഗോട്ട്. When it is unloaded എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലോഡ് മാറ്റി, അപ്പോൾ വീണ്ടും അത് 1 centimeterലേക്ക് വന്നു. പിന്നെ ആ 20 ഗ്രാമും കൂടെ മാറ്റിയപ്പോൾ വീണ്ടും അത് 0ലേക്ക് വന്നു. അപ്പോൾ തിരിച്ച് അതേ സ്ഥിതിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ്. when the deforming force is removed, it come back to the initial configuration. But that is within the elastic limit. 60 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി, 80 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. അപ്പോൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് നമുക്ക് കിട്ടുന്നത്. ലോഡും എക്സ്റ്റൻഷനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ. 20ക്ക് 1 centimeter, 40ക്ക് 2 centimeter, 30ക്ക് 3 centimeter, അങ്ങനെ. അപ്പോൾ 30ക്കല്ല 60ക്ക്, ഓക്കെ, 60ക്ക് 3 centimeter, 80ക്ക് 4 centimeter, ലൈക്ക് ദാറ്റ്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. So when we plot a graph between load we take along x-axis, extension we take along y-axis, and when we plot a graph about 10 in 1 centimeter, 20 gram in 1 centimeter, 40 gram in 2 centimeter, 60 gram in 3 centimeter, അങ്ങനെ പ്രപ്പോർഷണൽ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എങ്ങനത്തെ ഗ്രാഫ് കിട്ടുക? we get a straight line. Load extension graph is a straight line. അപ്പോൾ OA ഇതാണ് ഗ്രാഫ് നമുക്ക് കിട്ടിയത്, വരച്ചപ്പോൾ കിട്ടിയത് ഗ്രാഫ്. OA is the graph we got by plotting the load extension graph, and it is a straight line. And when all the deforming forces are removed, അപ്പോൾ നമ്മൾ 100 gram ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ 100 ഗ്രാമിന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് ഈ സ്പ്രിങ് ഇറ്റ് വിൽ കം ബാക്ക് ടു 0. അപ്പോൾ നമുക്കിവിടെ 4 centimeter എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോഡ് മുഴുവൻ എടുത്ത് മാറ്റിയപ്പോൾ എത്രയായി? 0. ആദ്യം ഇനീഷ്യൽ പൊസിഷൻ 0-ലായിരുന്നു, വീണ്ടും അത് 0-ലേക്ക് എത്തി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പോൾ ഹുക്സ് ലോ, വെൻ വി സ്റ്റേറ്റ് ഹുക്സ് ലോ, we have to tell that condition within the elastic limit stress is directly proportional to strain. Stress is directly proportional to strain. ഇനി മറക്കോ ഹുക്സ് ലോ? stress is directly proportional to strain. strain എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ. ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. അപ്പോൾ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ്. ഈക്വൽ ടു ആക്കുമ്പോൾ പ്രൊപ്പോർഷണൽ മാറി ഈക്വൽ ടു ആക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറില്ലേ? അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ. അപ്പോൾ ദാറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ്, ആൻഡ് അതിന് പ്രത്യേക പേരുണ്ട്, വെറുതെ ഒരു കോൺസ്റ്റന്റ് അല്ല. ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് വെയിറ്റിംഗ്. മുഹമ്മദ് ആദി 25 ആളെ വന്നിട്ടുള്ളൂ, 26 ആളായി ഇപ്പോൾ. ബാക്കി 12 പേർക്ക് ക്ലാസ് ഒന്നും ആവശ്യമില്ല, ഫിസിക്സ് ഒക്കെ അവർ തന്നെ പഠിക്കില്ലേ? നല്ല കുട്ടിയത്. ഇപ്പം തന്നെ പഠിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിൻ്റെ വീഡിയോ അടിച്ചു കൊടുത്താൽ മതി, യൂട്യൂബിൽ വരും. പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്
അതിൽ നോക്കി പഠിച്ചാലും മതി. എത്രയോ ടീച്ചർമാർ ക്ലാസ് എടുക്കുന്ന ഏത് ക്ലാസ് ആയാലും കണ്ടാൽ മതി. പക്ഷെ പഠിക്കണം. നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ക്ലാസ്സിൽ ഇപ്പോൾ വരുന്നത് ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്, അറ്റൻഡൻസ് കിട്ടില്ല. നിങ്ങൾ പഠിക്കണം എന്നുള്ളൂ, ഒന്നുമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പഠിക്കുക. അതുകൊണ്ടാണ് കുട്ടികൾ വരാത്തത്. ഏത് എത്ര വീഡിയോകളൊക്കെ എത്ര വേണമെങ്കിലും അവൈലബിൾ ആണ് യൂട്യൂബിൽ. അത് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ അതിലടിച്ചു നോക്കി ഇഷ്ടമുള്ള വീഡിയോ നോക്കി പഠിക്കാം. അതിലൊന്നും തെറ്റ് പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല തെറ്റ്. പക്ഷെ പഠിച്ചില്ലെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് നിങ്ങൾ പഠിക്കണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. നിങ്ങളെ പക്ഷേ പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. നിങ്ങൾക്കൊരു സിലബസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. പക്ഷെ പഠിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായ കാരണം ഇന്നലെ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ കിട്ടണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആകെ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. അത് കിട്ടണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പഠിക്കുന്നില്ല. അത് ശരിയല്ല, പഠിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് ഹുക്സ് ലോ പഠിച്ചു. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറഞ്ഞു. ഇതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, കണ്ടീഷനും പറയണം. ഇതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ്. ആൻഡ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് കോൺസ്റ്റന്റ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോഡി. അതായത് സ്പ്രിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? സ്റ്റീൽ കൊണ്ടുള്ള സ്പ്രിങ് ആണോ, അതോ അലൂമിനിയം കൊണ്ടുള്ള സ്പ്രിങ് ആണോ, കോപ്പർ കൊണ്ടുള്ള സ്പ്രിങ് ആണോ? അതിനനുസരിച്ച് ഈ വാല്യൂ സ്ട്രെസ് ബൈ ഇപ്പൊ ലോഡ് ബൈ എക്സ്റ്റൻഷൻ നമ്മൾ കണ്ടുപിടിക്കില്ലേ? ലോഡ് ബൈ എക്സ്റ്റൻഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. ഗ്രാഫിൽ നിന്ന് ലോഡ് ബൈ എക്സ്റ്റൻഷൻ, അതായത് ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ 1/, സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എക്സ്റ്റൻഷൻ ബൈ ലോഡാണ് കിട്ടുക. 1/, റെസിപ്രോക്കൽ ഓഫ് ദ സ്ലോപ്പ് ആണെങ്കിലോ ലോഡ് ബൈ എക്സ്റ്റൻഷൻ കിട്ടും. അപ്പൊ നമുക്ക് ആ മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ലോഡ് ബൈ എക്സ്റ്റൻഷൻ. ബ്രേക്ക് ആവണം ചോദിച്ചപ്പോ എല്ലാവർക്കും ബ്രേക്ക് ആവണില്ല എന്നാണല്ലോ പറഞ്ഞത്. എല്ലാരോടും ചോദിച്ചോക്കട്ടെ, എല്ലാവർക്കും എങ്ങനെയാണോ? ബ്രേക്ക് ആവണതോ? ഇപ്പഴാ? അതാണ്, ഓരോരുത്തർക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ടീച്ചർ എന്തായാലും റെക്കോർഡ് ചെയ്തിടുന്നുണ്ടല്ലോ, അപ്പൊ അത് കേൾക്കാട്ടോ. ബ്രേക്ക് ആവണേ അത് നെറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ അപ്പൊ റെക്കോർഡ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ കേൾക്കാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹുക്സ് ലോ എല്ലാവർക്കും മനസ്സിലായോ? പറ, മനസ്സിലായോന്ന് ചോദിച്ചിട്ട് പോവാ. ഹുക്സ് ലോ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് മോഡുലസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാണാന്ന് മനസ്സിലായാ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഗ്രാഫിൽ നിന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സ്ലോപ്പാണോ 1/, സ്ലോപ്പാണോ കണ്ടേ? പറ. സ്ലോപ്പ് കണ്ടാൽ എന്താ? ഇവിടെ tan θ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് വരിക? എക്സ്റ്റൻഷൻ. ഇവിടെ എന്താണ്? ലോഡ്. എക്സ്റ്റൻഷൻ ബൈ ലോഡാണ് കിട്ടുക സ്ലോപ്പ് കണ്ടാൽ. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ലോഡ് ബൈ എക്സ്റ്റൻഷൻ അല്ലേ കണ്ടത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പൊ ലോഡ് ബൈ എക്സ്റ്റൻഷൻ കാണണമെങ്കിൽ 1/, സ്ലോപ്പാണോ കണ്ടേ? 1/, സ്ലോപ്പ്. 1/, സ്ലോപ്പ് കാണണം കേട്ടോ. റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പ് കണ്ടാൽ മതി. കാരണം ഇവിടെ ലോഡ് എടുത്തതുകൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ലോഡ് എടുത്തത്? എക്സ് ആക്സിസില് ലോഡാണ് നമ്മൾ വേരി ചെയ്യുന്നത്. 20, 40, 60 അങ്ങനെ വേരി ചെയ്യുന്നത് ലോഡ്. അപ്പൊ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എപ്പോഴും എക്സ് ആക്സിസിൽ എടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ലോഡ് എടുത്തത്. അല്ലെങ്കിൽ വിചാരിക്കും നമുക്ക് സ്ലോപ്പ് ഉണ്ടാവില്ല, അപ്പൊ ഇവിടെ ലോഡ് എടുത്തുകൂടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നമ്മൾ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എപ്പോഴും എക്സ് ആക്സിസിൽ എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ലോഡ്. അപ്പൊ 1/, സ്ലോപ്പ് കാണണം. ഓക്കെ, 1/, സ്ലോപ്പ് കണ്ടാൽ മതി. ലോഡ് ഇവിടെ എടുക്കുക, എക്സ്റ്റൻഷൻ അല്ലെ നമ്മൾ ആലോചിച്ചാൽ മതി. ലോഡ് ബൈ എക്സ്റ്റൻഷൻ അല്ല. അപ്പൊ ദിസ് ബൈ ദിസ് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഫാക്ടർ ദാറ്റ് ഇസ് ലോഡ്, ദിസ് ഡിഫറൻസ്. ഇവിടെ നിങ്ങളുടെ ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിങ്ങളുടെ ഒരു ലൈൻ വരയ്ക്കുക, അതിന്റെ ഡിഫറൻസ് ആണ് ലോഡ്. ഇനി എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിങ്ങളുടെ ഒരു ലൈൻ
അതിൻ്റെ ഡിഫറൻസ് ആണ് എക്സ്റ്റൻഷൻ. അപ്പം ലോഡ് ബൈ എക്സ്റ്റൻഷൻ. അപ്പോൾ 1 സ്ലോപ്പ് കണ്ടാൽ മതി കേട്ടോ. ഇതൊക്കെ ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതാണ് നമ്മൾ ലാബിൽ. ഇക്കൊല്ലം അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. ശരിയാണ്. ഇനി നമുക്ക് അപ്പം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാണൽ കണ്ടുപിടിച്ച് സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടാൽ മതി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഗെറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് യങ്സ് മോഡുലസ്. യങ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ്. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വൈ എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് നോർമൽ ആയിരിക്കണം. നോർമൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്ത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ എന്തിലുള്ള സ്ട്രെസ് ആണ്, എന്തിലുള്ള സ്ട്രെയിൻ ആണ്. നോർമൽ സ്ട്രെസ് ഫോഴ്സ് അപ്ലൈഡ് നോർമൽ ആയിരിക്കണം. പിന്നെ സ്ട്രെയിൻ എന്തിനുള്ളതാണ്, ലെങ്ത്തിലുള്ള സ്ട്രെയിൻ ആണ്. ലെങ്ത് ഇൻക്രീസ് ആണോ ലെങ്ത് ഡിക്രീസ് ആണോ. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിലുള്ളതെന്നാണ് അർത്ഥം. ലെങ്ത്തിലുള്ള സ്ട്രെയിൻ ആണ്. അപ്പം വാട്ട് ഈസ് യങ്സ് മോഡുലസ്? നോർമൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ. ആൻഡ് ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ സി എ മെറ്റൽ വയറാണ് ഇത്. ഇപ്പൊ നമ്മൾ ഒരു മെറ്റൽ വയറാണ്. അത് എന്താണ് വയർ എന്താ അത്ര തിക്കായി വരച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ലൈൻ വരച്ചാൽ ഏരിയ ക്രോസ് സെക്ഷൻ ഒക്കെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു വയറാണ്. വയർ ഈസ് ഹാവിങ് എ ലെങ്ത് എൽ. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ ആൻഡ് യു ക്യാൻ സി ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ. Area cross section is needed because we want to find the stress. Stress is actually force by area. Force by area ആണ്. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ നമുക്ക് അറിയണം വയറിൻ്റെ. അപ്പം ഇവിടെ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെയിറ്റ് ഇടാണെങ്കിൽ അതിൽ വെയിറ്റ് ആണ് അവിടുത്തെ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് എം ജി ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ഡ്യൂ ടു ദ ഫോഴ്സ് എക്സൽ കണ്ട. അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡൗൺവേർഡ്സ് ആയിരിക്കും അതിൻ്റെ ഫോഴ്സ്. Downwards. Earth is attracting all bodies towards its center and mg is the force acting on it. അപ്പോൾ ഇവിടെ എഫിന് പകരം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? mg. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി. ഫോഴ്സ് ബൈ ഏരിയ കാണണം, സ്ട്രെസ് കാണണ്ടേ. ഏരിയ ക്രോസ് സെക്ഷൻ, വയറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ πr². r is the radius of the wire. Radius of the wire നമുക്ക് സ്ക്രൂ ഗേജ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം. ആക്ച്വലി ആ എക്സ്പെരിമെന്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏരിയ ക്രോസ് സെക്ഷൻ ഒക്കെ നമ്മൾ റേഡിയസും ഡയാമീറ്ററും ഏരിയ ക്രോസ് സെക്ഷൻ ഒക്കെ നമ്മൾ സ്ക്രൂ ഗേജ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ലാബിൽ. ഓക്കെ. അപ്പൊ ഏരിയ ക്രോസ് സെക്ഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ക്രോസ് സെക്ഷൻ. ഏരിയ ക്രോസ് സെക്ഷൻ എങ്ങനെ കാണും? πr². സർക്കുലാർ ഷേപ്പാണ് കണ്ട. വയറിന്റെ എൻഡ് സർക്കുലാർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഏരിയ ക്രോസ് സെക്ഷൻ കാണാൻ πr² ആണ് ഫോർമുല. സർക്കുലാർ ഏരിയ ഷേപ്പ് സർക്കുലാർ ആയതുകൊണ്ടാണ് πr² എടുക്കുന്നത്. അപ്പൊ ബൈ ആഡിങ് ദ ലോഡ് സപ്പോസ് ദ ലെങ്ത് ഇൻക്രീസസ് ബൈ ΔL. ΔL ആണ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ് എങ്ങനെ കാണും? ഫോഴ്സ് ബൈ ഏരിയ ക്രോസ് സെക്ഷൻ. ഇനി സ്ട്രെയിൻ എങ്ങനെ കാണും? ചേഞ്ച് ഇൻ ലെങ്ത്. എത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത്? ΔL. വാട്ട് ഈസ് ദ ഒറിജിനൽ ലെങ്ത് ഓഫ് ദി റോഡ്? ഇറ്റ് ഈസ് L. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ΔL ബൈ L. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് നോർമൽ സ്ട്രെസ്? ദിബാങ്ഷ, വാട്ട് ഈസ് നോർമൽ സ്ട്രെസ് ഹിയർ ഇൻ ദിസ് എക്സ്പെരിമെന്റ്? സ്ട്രെസ് എങ്ങനെയാ കാണാ? സ്ട്രെസ് എങ്ങനെയാ കാണാ? സ്ട്രെയിൻ അല്ല, സ്ട്രെസ്സിന്റെ ഫോർമുല എന്താ? റെസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ്. അപ്പൊ ഈ ബാങ്ക് ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ പറയുന്നതൊന്നും. അതെന്താ പറ്റിയ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് കേട്ടോ. ഓക്കെ. ഫോഴ്സ് ഇപ്പൊ നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. വയറിന്റെ ഏറ്റവും നമ്മളൊരു ഡൗൺവേർഡ് ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്തു. അത് ഫോഴ്സ് എത്ര അക്സെപ്റ്റ് ചെയ്തെന്ന് കാണിക്കാനാണ് നമ്മളൊരു പാൻ വെച്ചിട്ട്, നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റിൽ കണ്ടില്ലേ, ഇവിടെ ഒരു പാൻ വെച്ചിട്ട് കണ്ടോ
ലോഡ് ഇട്ടില്ലേ, വെയിറ്റ് ഇട്ടില്ലേ. അപ്പം 20 ഗ്രാം ഇട്ട് ആ mg 20 × 10 g ആണ് 10 എന്ന് പറയുന്നത്. 20 × 10 ആണ് വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ്. വെയിറ്റ് തന്നെയാണ് ഫോഴ്സ്. ഓക്കെ. അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ ക്രോസ് സെക്ഷൻ. ഇപ്പൊ ഈ വയർ, ഇതൊരു വയറാണ്. അപ്പൊ അതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്നുള്ളത് πr² വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ലോഡ് എന്ന് പറഞ്ഞാൽ mg, ഫോഴ്സ് mg ബൈ πr² ഏരിയ ക്രോസ് സെക്ഷൻ, അതാണ് സ്ട്രെസ്. അപ്പൊ യങ്സ് മോഡുലസിന്റെ ഫോർമുല മനസ്സിലായോ? നോർമൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആ, ഇനി സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ. ഇവിടെ റെസ്റ്റോറിംഗ് ഫോഴ്സ് പകരം നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് ആണ് എടുക്കുന്നത്. ഡിഫോമിംഗ് ഫോഴ്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. അപ്പൊ റെസ്റ്റോറിംഗ് ഫോഴ്സ് തന്നെ അതിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഡിഫോമിംഗ് ഫോഴ്സ്. അത് രണ്ടും ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? അതിന് കണ്ടീഷൻ ഉണ്ട്. ഇതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിലാണെങ്കിലാണ് കേട്ടാ. അപ്പൊ നമ്മളിവിടെ ഡിഫോമിംഗ് ഫോഴ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇവിടെ ഫോഴ്സ് അപ്ലൈഡ്, എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇതാണ് നോർമൽ സ്ട്രെസ്. ഫോഴ്സ് ബൈ ഏരിയ കേട്ടാ. ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് കാണാനുള്ള ഫോർമുല. ഇനി സ്ട്രെയിൻ കാണാനുള്ള ഫോർമുല എന്താണ്? സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എങ്ങനെ കാണും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഡെൽറ്റ എൽ ബൈ എന്ത് എഴുതണം? ഡെൽറ്റ എൽ ബൈ എൽ എഴുതണം. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ. അങ്ങനെ നിങ്ങൾ റെസ്പോൺസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ ഒന്നും മനസ്സിലാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പൊ ഡെൽറ്റ എൽ ബൈ, അപ്പൊ നമുക്ക് സ്ട്രെസ്സും കിട്ടി സ്ട്രെയിനും കിട്ടി. ഞാൻ അതിന്റെ റേഷ്യോ കണ്ടപ്പോരേ, അപ്പൊ യങ്സ് മോഡുലസ് ആയി. അടുത്ത പേജ്. ഓക്കെ. അപ്പൊ നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഫോർമുല എഫ് ബൈ എ F equal to mg. അപ്പൊ ഇവിടെ എഫ് ബൈ എ എന്ന് എഴുതാം, ബൈ ഡെൽറ്റ എൽ ബൈ എന്ന് എഴുതാം, ബൈ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ, അതാണ് യങ്സ് മോഡുലസ് കേട്ടാ. ഞാൻ സ്ട്രെയിൻ അത് പറഞ്ഞില്ലല്ലോ. സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. യങ്സ് മോഡുലസിന്റെ എക്സ്പെരിമെന്റ് പിന്നെ പറഞ്ഞു. എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട്. നമുക്ക് ഹുക്സ് ലോ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം പഠിക്കാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കർവ് വരച്ചു, അതിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് കിട്ടി. ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസിലും നമുക്ക് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. വിതിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആൻഡ് വി പ്ലോട്ട് ഗ്രാഫ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് if the body obey Hooke's law. Okay, then stress strain graph നമ്മൾ വരയ്ക്കാൻ പോകണം. ടീച്ചർ വേറെ വരില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സ്പെരിമെന്റ് കണ്ടു. സ്പ്രിങ്ങിന്റെ കാര്യത്തിലുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കണ്ടത്. വി അറ്റാച്ച് എ ലോഡ് അറ്റ് ഇറ്റ്സ് എൻഡ് and we corresponding, when we add load, corresponding extension is measured and we plot a graph and the graph plotted is in this form. കണ്ടോ, ഇങ്ങനെയാണ് സ്ട്രെയിൻ ഇവിടെ എക്സ് ആക്സിസിൽ എടുത്തു. ഇവിടെ ഈ ഗ്രാഫിൽ സ്ട്രെയിൻ ഇവിടെ എടുത്തു, സ്ട്രെസ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഗ്രാഫിൽ കേട്ടോ. നമ്മൾ നേരത്തെ വരച്ചാൽ നേരെ തിരിച്ചായിരുന്നു. സ്ട്രെസ് ഇവിടെ എടുത്തു, സ്ട്രെയിൻ ഇവിടെ. സ്ട്രെയിൻ ഇവിടെയാണ് എടുത്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ, സ്ട്രെസ് y ആക്സിസിൽ എടുത്തിരിക്കുകയാണ് ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണിത് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്.
ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കും സസ്റ്റൈൻ ഗ്രാഫ് ഫോർ എ മെറ്റാലിക് വയർ. സസ്റ്റൈൻ ഗ്രാഫ് ഫോർ എ മെറ്റാലിക് വയർ വരയ്ക്കണം. നമുക്ക് എക്സ്പ്ലെയിൻ പോയിന്റ്സ്. ഓക്കെ ടീച്ചർ ആ പറഞ്ഞോളൂ. ടീച്ചർ പറഞ്ഞല്ലോ വേരിയേഷൻ വരുന്നതാണ് എക്സ് ആക്സിസ് എടുക്കേണ്ടത്. അതെ അതെ. പക്ഷെ ഇവരെങ്ങനെ എടുത്ത് വരച്ചിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുറെ വരക്കേണ്ടത് കൊണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുക. പക്ഷെ ഇതിൽ ഇപ്പൊ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? സ്ട്രെയിനിങ്ങൾ ഇവിടെയാണ് വരച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെ വേണം വരയ്ക്കാം. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോ ഗ്രാഫ് ഈ ഷേപ്പിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സ്ട്രെയിൻ ഇവിടെ, സ്ട്രെസ്. ടീച്ചർ ഈ ഗ്രാഫ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അങ്ങനെയാന്ന് വെച്ചാൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറയും. ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ എ മെറ്റാലിക് വയർ ആൻഡ് എക്സ്പ്ലെയിൻ. ഇതൊക്കെ ഓരോ പോയിന്റ് 4 പോയിന്റ് കൂടി തരും. ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. പിന്നെ പെർമനന്റ് സെറ്റ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത്. അതല്ലെങ്കിൽ ഡി ആൻഡ് ദിസ് പോയിന്റ് ഡി ആൻഡ് ഡി ആർ ഫാർ അപ്പാർട്ട്, വാട്ട് ഡസ് ഇറ്റ് മീൻ? അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ 4 പോയിന്റുമായി ഗ്രാഫ് ആയില്ലേ? അപ്പൊ 5 മാർക്കായില്ലേ? അങ്ങനെ. അല്ലെങ്കിൽ 3 മാർക്കിൽ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ പറയും. കുറെ മെറ്റാലിക് വയർ. ഒരു മെറ്റാലിക് വയർ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു മെറ്റാലിക് വയറാണ്. അവിടെ സ്പ്രിങ് ആണെന്ന് പറഞ്ഞാൽ അതിന് പകരം ഒരു മെറ്റാലിക് വയർ എടുത്തിട്ട് ഇതേപോലെ ലോഡ് അറ്റാച്ച് ചെയ്തു എന്നിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്ക് ഒ തൊട്ട് എ വരെയുള്ള സ്ട്രെയിറ്റ് ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അങ്ങനെയാണ് ചോദിക്കുക. ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഓരോ പോയിന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. OA part of the graph shows that it is a straight line. What does it mean? Stress strain graph is a straight line. What's the meaning? അറിയാവുന്നവർ പറഞ്ഞോളൂ. Stress strain graph is a straight line. What's the meaning, children? നേരത്തെ പറഞ്ഞില്ലേ? Stress is directly proportional to strain. അതായത് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു. ഇറ്റ് ഒബേ ഹുക്സ് ലോ. അപ്പൊ നമ്മൾ ലോഡ് മാറ്റി കഴിഞ്ഞാൽ അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. സ്പ്രിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വയറിന്റെ കാര്യത്തിലാണെങ്കിലും ഇറ്റ് കം ടു ദ ഇനീഷ്യൽ പൊസിഷൻ വിച്ച് ഈസ് ഇൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, stress is directly proportional to strain. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. വീണ്ടും നമ്മൾ അതിൽ ലോഡ് ആഡ് ചെയ്തു. ആ പാനിൽ കൂടുതൽ ലോഡ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ പാർട്ട് കണ്ട സ്ട്രെയിറ്റ് ലൈനല്ല, AB ഒരു കർവ് കുറച്ചും കൂടെ കണ്ട സ്ട്രെയിറ്റ് ലൈൻ അല്ല AB പാർട്ട്. അപ്പൊ AB പാർട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പൊ ഡു നോട്ട് ഒബേ ഹുക്സ് ലോ. ഡു നോട്ട് ഒബേ ഹുക്സ് ലോ. സ്ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ബട്ട് AB പാർട്ട് ഓഫ് ദ കർവ് ഈസ് AB പാർട്ട് ഓഫ് ദ ഗ്രാഫ് ഈസ് എ കർവ് which shows that it is not obeying Hooke's law. But you know, when we remove the load, it will come back to the original position. When we remove the load, it come back to the initial position. ആദ്യത്തെ പൊസിഷനിലേക്ക് തിരിച്ചു വരും. That means it is within the elastic limit, and that point is known as this yield point എന്നാണ് പറയുക. yield point വേറൊരു പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്, yield point. അപ്പൊ ഇത് അപ് ടു AB, അതായത് O തൊട്ട് A വരെയും A തൊട്ട് B വരെയും ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലാണ്. When we remove the load, it will come back to original position. പക്ഷെ പ്രപ്പോർഷണൽ ലിമിറ്റ് വരുന്നത് A വരെ ഉള്ളൂ. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് വരുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളത് വരുന്നത് A വരെ ഉള്ളൂ. A വരെയുള്ള സ്ട്രെസ്സിനാണ് എയർ പ്രപ്പോർഷണൽ. ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ട്രെസ് കിട്ടും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ പോയിന്റ്സ് എടുത്തിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഈ കറസ്പോണ്ടിങ് സ്ട്രെസ് ആണ് എന്ത് പ്രപ്പോർഷണൽ ലിമിറ്റിൽ വരുന്ന സ്ട്രെസ്. ഇനി A to B കർവാണ്. അപ്പൊ ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല. സ്ട്രെസ് ഇസ് നോട്ട് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. പക്ഷേ വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇറ്റ് വിൽ വെൻ ഓൾ ദ ലോഡ്സ് ആർ റിമൂവ്ഡ്, ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. അപ്പൊ AB നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു.
ഇനി ബിയിലായാലും കൂടുതൽ നമ്മൾ ലോഡ് പിന്നെ നമ്മൾ ഈ കറസ്പോണ്ടിങ് ലോഡ് yield പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ലും കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുക? when we put a load more than the elastic limit, will it come back to the original position? No. No, it will not come No, back. ma'am. No, it will not come back to the original position. Elastic limit exceed ചെയ്ത് കഴിഞ്ഞാൽ yield point അതിന് വേറൊരു പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതിനേൽ കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്താൽ നമുക്കത് ലോഡ് റിമൂവ് ചെയ്താലും അത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല. പകരം ദാറ്റ് വിൽ കം ബാക്ക് ടു അനദർ സ്ട്രെയിൻ. അതായത് പെർമനന്റ് ആയിട്ട് അതിനൊരു സ്ട്രെയിൻ സംഭവിച്ചു. ആ വയറിന് പെർമനന്റ് ആയിട്ട് അതിന്റെ ഒരു ലെങ്ത് കൂടി. ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്തിനേലും കുറച്ച് ലെങ്ത് കൂടി ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. പെർമനന്റ്ലി ദാറ്റ് വയർ ഈസ് സ്ട്രെയിൻഡ്. മനസ്സിലായില്ലേ? അതിനെ നമ്മൾ പെർമനന്റ് സെറ്റ് എന്ന് പറയാം. അപ്പൊ പെർമനന്റ്ലി വയറിന് സംഭവിച്ച സ്ട്രെയിൻ അതിനാണ് പെർമനന്റ് സെറ്റ് എന്ന് പറയുന്നത്. പെർമനന്റ് സ്ട്രെയിൻ. ഓക്കെ. അപ്പൊ സി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ബി വരെ ഉള്ളൂ ഇലാസ്റ്റിക് ലിമിറ്റ്. when we add a load more than the, when we apply a stress more than the yield point or more than the elastic limit, what happens? Permanent deformation takes place, permanent strain, permanent set takes place in the wire. Understand? And അവിടെ പിന്നെ നമ്മൾ അങ്ങോട്ട് ബി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈവൺ when we apply very small load. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലാർജ് സ്ട്രെയിൻ ആണ് ഉണ്ടാകുന്നത്. ലാർജ് സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്. അപ്പൊ അത് അതിന്റെ പ്ലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. പ്ലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടം വരെയുള്ള ഇലാസ്റ്റിക് നേച്ചർ, പെർമനന്റ് സ്ട്രെയിൻ ഒന്നുമില്ല ഇവിടം വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവൺ വിത്ത് എ വെരി സ്മോൾ ലോഡ് ലാർജ് സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇറ്റ് വിൽ നോട്ട് കം ടു ഒറിജിനൽ പൊസിഷൻ. അതിനാണല്ലോ നമ്മൾ പ്ലാസ്റ്റിക് നേച്ചർ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? when the deforming force is removed, it will not come back to the original configuration. അതിനാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് നേച്ചർ ഇപ്പൊ ഇവിടെ നമ്മൾ കൂടുതൽ നമുക്ക് റീജിയൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ബോഡിക്ക് നല്ല പ്ലാസ്റ്റിക് നേച്ചറാണ് എന്നാണ് അതിന്റെ അർത്ഥം. പ്ലാസ്റ്റിക് നേച്ചർ ഉണ്ടാകും. കൂടുതൽ ലെങ്ത് ഇവിടെ കിട്ടാന്ന് അർത്ഥം. അതിന്റെ അർത്ഥം ബോഡി കൂടുതൽ പ്ലാസ്റ്റിക് നേച്ചർ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈവൺ when we apply a very small load more than the elastic limit, what happen? That wire begin to yield എന്ന് പറയും. അതായത് ഒരു വയർ ഇങ്ങനെ നീണ്ടു പോകും. നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കണമെന്നില്ല, വെയിറ്റ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് വയർ ഈസ് yielding and at last it will break. കണ്ടോ? പിന്നെ അത് yield ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ നമ്മൾ റബ്ബർ ബാൻഡിന്റെ എന്താണ് Can you admit the Bangsha? ഫംഗ്ഷൻ പോയാ? Yes, ma'am. ഓക്കെ. when we apply load more than the yield, when we apply stress more than the yield point, what happen? It wire begin to yield. അപ്പൊ yield ചെയ്യുന്ന പോയിന്റ് ആണ് yield പോയിന്റ്. ഇവിടെ തൊട്ട് ഇതിനാലും കൂടുതൽ സ്ട്രെസ് കൊടുത്താൽ yield, അതായത് നമ്മള് ചെറിയ സ്ട്രെസ്സിന് തന്നെ ലാർജ് സ്ട്രെയിൻ ഉണ്ടാവും. അതാണ് അതിനോട് കാണിക്കുന്നത്. ചെറിയ സ്ട്രെസ് കൊടുത്താൽ മതി, പക്ഷെ ലാർജ് സ്ട്രെയിൻ ഉണ്ടാവും. പിന്നെ അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബ്രേക്ക്. ഇപ്പൊ നമ്മള് ഒരു വയറായാലും മെറ്റാലിക് വയർ, ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ മെറ്റാലിക് വയർ, when a large load is applied, what will happen? It will break. മെറ്റാലിക് ആയതുകൊണ്ട് ബ്രേക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഈ ക്രെയിൻ ഒക്കെ ഉപയോഗിക്കില്ലേ? വലിയ ഹ്യൂജ് ലോഡൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ക്രെയിൻ കണ്ടിട്ടില്ലേ? അപ്പൊ ഹ്യൂജ് ലോഡൊക്കെ അതിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ലിഫ്റ്റ് ചെയ്യുന്ന റോപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അത് മെറ്റാലിക് റോപ്പായിരിക്കും. സാധാരണ ഈ ചകിരി കൊണ്ടുള്ള റോപ്പിനൊന്നും അത്ര സ്ട്രെങ്ത് കിട്ടില്ല. മനസ്സിലായില്ലേ? യങ്സ് മോഡലസ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റീൽ റോപ്പ്, സ്റ്റീലിനൊക്കെയാണ് യങ്സ് മോഡലസ് കൂടുതൽ. അപ്പൊ അതിന് പെട്ടെന്ന് പൊട്ടൂല അങ്ങനെയുള്ള മെറ്റീരിയൽ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ വേണം ഉപയോഗിക്കാൻ. സ്റ്റീൽ കൊണ്ടുള്ള വയറാണ് ഉപയോഗിക്കുക, അല്ലാണ്ട് ചകിരി കൊണ്ടോ അതുകൊണ്ടുള്ള വയറൊക്കെ ഉപയോഗിച്ചാൽ വലിയ ലോഡൊക്കെ പൊക്കാൻ പറ്റുമോ? ഇല്ല, പൊട്ടിപ്പോവും. അപ്പൊ ഈവൺ സ്റ്റീൽ റോഡ് ഉപയോഗിച്ചാലും
അപ്പൊ ഇന്ന ലോഡ് പൊക്കണമെങ്കിൽ ഇന്ന റേഡിയസ് ഉള്ള റോഡ് വേണം, അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ എന്താ പറ്റുക, പൊട്ടിപ്പോവും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നമ്മള് മെറ്റാലിക് റോഡ് അപ്പൊ ഇത്ര ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ ഇത്ര റേഡിയസ് ഉള്ള റോഡായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, വയറായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ആഫ്റ്റർ റീച്ചിങ് ദ പോയിന്റ് ഡി എന്ന് പറഞ്ഞത് നമ്മള് ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ആ പോയിന്റ് tensile strength. The point D on the graph is the ultimate tensile strength. Ultimate del sigma u എന്നാണ്. Ultimate tensile strength ആണ് D. Corresponding to D, we are getting a stress. ഇവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഈ ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രെസ് കിട്ടും. ഇത് സ്ട്രെസ് ആണല്ലോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. Corresponding to the point D, we get a stress here. അതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് ഡി. അൾട്ടിമേറ്റ് ആയി. ഇനി അതിന് ഒരു ചെറിയ ലോഡ് വന്നാൽ പോലും അത് പൊട്ടിപ്പോകും. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇനി അതിനും പ്രത്യേകതയുണ്ട്. ഇപ്പൊ ചില മെറ്റീരിയലിന് ഈ പാർട്ട് ഡി തൊട്ട് ഇയിലെത്തുമ്പോഴാണ് പൊട്ടുന്നത്. ചിലത് പെട്ടെന്ന് പൊട്ടും. അതായത് ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയും. ഇനി ചിലത് കുറച്ചും കൂടെ കൂടുതൽ കഴിഞ്ഞിട്ടേ പൊട്ടുള്ളൂ. അതായത് ഈ റീജിയൻ കൂടുതലാണ്. ഡി തൊട്ട് ഈ റീജിയൻ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് കുറച്ചും കൂടെ ഡക്റ്റൈലാണ്. ഇപ്പൊ നമ്മൾ മെറ്റൽസ് ഒക്കെ അങ്ങനെയാണല്ലോ, ഗോൾഡ്, സിൽവർ, അതൊക്കെ ഡക്റ്റൈലാണല്ലോ. അതുകൊണ്ടാണല്ലോ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇടിച്ച് കറത്താനും നീട്ടാനും ഒക്കെ പറ്റും നമുക്ക്. അപ്പൊ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഈ റീജിയൻ കൂടുതലായിരിക്കും. ഇനിയിപ്പോ ഗ്രാഫ് തന്നെ വരച്ചിട്ട് നിങ്ങളോട് ചോദിക്കും, ഇവിടെ ഈ തൊട്ടടുത്ത് വരച്ചതായിരിക്കും, അത് ഏത് മെറ്റീരിയലാന്ന് ചോദിക്കും. ഡീരെ തൊട്ടടുത്ത് ഈ വരച്ചാൽ അത് ഏത് മെറ്റീരിയലാ? പെട്ടെന്ന് പൊട്ടിപ്പോവും. ഏത് മെറ്റീരിയലാ? ബ്രിട്ടിൽ. ഇനി ഡീന്ന് കുറച്ച് അകത്തെയാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ അതെന്ത് മെറ്റീരിയലാ? ഡക്റ്റൈൽ എന്ന് പറയും. അതിനെ കുറച്ച് നൂല് പോലെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ പരത്തി ഷീറ്റ് പോലെ ആക്കാൻ പറ്റും എന്നൊക്കെയാണ് അത് കാണിക്കുന്നത്. പെട്ടെന്ന് പൊട്ടില്ല, കുറച്ച് റീജിയൻ കൂടുതലുണ്ട്. ഇടാ കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊട്ടുന്നത്. അത് ഞാൻ വയറ് പൊട്ടിപ്പോണത് അല്ലെങ്കിൽ മെറ്റീരിയൽ പൊട്ടിപ്പോണത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പൊ അതും ഇത് കാണിക്കുന്നുണ്ട്. ഇഫ് ഡി ആൻഡ് ഡി ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ദാറ്റ് മെറ്റീരിയൽ ഈസ് ബ്രിട്ടിൽ. ഇഫ് ഡി ആൻഡ് ഡി ആർ ഹാവ് എ appreciable separation between them, that means that material is ductile material. Okay, അപ്പൊ ഇതൊക്കെയാണ് ഗ്രാഫിൽ നമ്മൾ എല്ലാ പോയിന്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡി ultimate tensile strength. E, fracture point. Corresponding to E, we get a stress, that is the fracture point. In the region from A to B, stress and strain are not, A to B not proportional. From O to A, it is proportional. A to B, it is not proportional. Okay. ഇതിന്റെ നോട്ട്സ് ടീച്ചർ തരുന്നില്ല, കാരണം ഈ ഗ്രാഫ് ഇതിൽ നിന്ന് തന്നെ നോക്കി പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തത്. A to B, stress and strain are not proportional. Nevertheless, the body will return to its original dimension when the load is removed. Proportional allengiലും ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ that will come back to its original configuration. The point B on the curve is known as yield point. It is also known as elastic limit, and the corresponding stress is known as yield strength. Yield പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് പറയുന്നത് yield strength. Yield strength, ultimate strength, ultimate tensile strength. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെസ്. ഇവിടെ yield പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്, അപ്പൊ yield strength. The corresponding stress is known as yield strength. അപ്പൊ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ്, yield പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് എന്ത് പറയുന്നത്? yield strength എന്ന് പറയുന്നത് of that material. If the load is increased further, ഇനി പിന്നെ ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ, the stress developed exceeds the yield strength and strain increases rapidly even for a small change in stress. For a small change in stress, large strain is produced. അതാണ് ഏത്?
ബി തൊട്ട് ഈ ഡി വരെയുള്ള റീജിയൻ ലാർജ് സ്ട്രെയിൻ ഇസ് പ്രൊഡ്യൂസ് ഫോർ സ്മോൾ ഇൻക്രീസ് ഇൻ സ്ട്രെസ്. Okay. The body does not regain its original dimension. In this case, even when stress is zero, the strain is not zero. Permanent strain സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ സ്ട്രെസ് സീറോ ആയാലും സ്ട്രെയിൻ സീറോ അല്ല, പെർമനന്റ് ആയിട്ട് അതിനൊരു സ്ട്രെയിൻ സംഭവിച്ചു കഴിഞ്ഞു. The material is said to have a permanent set. The deformation is said to be plastic deformation. അതിനെ നമ്മൾ പ്ലാസ്റ്റിക് deformation എന്ന് പറയും. The point D on the graph is ultimate tensile strength of the material. Beyond this point, additional strain is produced even by a reduced applied force, and a fracture occurs at point E. അപ്പോൾ fracture point ആണ് E. If the ultimate strength and fracture point are close, the material is said to be brittle. If they are far apart, the material is said to be ductile. അപ്പോൾ ഇതൊക്കെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിക്കണം കേട്ടോ. As stated earlier, stress strain behavior varies from material to material. For example, rubber can be pulled to several times its original length. Rubber band ഒക്കെ ആലോചിച്ച് നോക്കിയാൽ it can be pulled to several times its original length, and it will return to its original shape. Figure shows the stress strain curve for elastic tissue of aorta. Aorta പഠിച്ചിട്ടുണ്ടാവില്ലേ ബയോളജിയിൽ അല്ലേ? പ്രസന്റ് ഇൻ ഹാർട്ടിന്റെ ടിഷ്യൂ പഠിച്ചിട്ടില്ല? അയോർട്ട. ഓക്കെ. അപ്പൊ അതിന് നല്ല ബിഗസ്റ്റ് ടിഷ്യൂ അല്ലേ? ടിഷ്യൂ എന്നാണോ പഠിച്ചിരിക്കുന്നത്? എന്താണ് പഠിച്ചിരിക്കുന്നത്? ബയോളജി അല്ലേ? നിങ്ങൾ പറ. ബിഗസ്റ്റ് ആർട്ടറിയോ? എന്തുകൊണ്ട് ആർട്ടറി? ഈ ബയോളജി അത്ര പിടുത്തല്ല, നിങ്ങൾ പറഞ്ഞ ബയോളജി ഒക്കെ ഇല്ല. അപ്പൊ അയോട്ടര് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം അതിന്റെ ഗ്രാഫ് എന്താ, അതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നു. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇതാണ് അതിന്റെ ഗ്രാഫ്. അയോർട്ട stress strain curve for the elastic tissue of aorta, the large vessel carrying blood from the heart. ആണ്. അപ്പൊ അതിന്റെ കർവ് നോക്കിയേ എങ്ങനെയാണ് ഇരിക്കുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലൊന്നല്ല, പക്ഷെ ഈ പ്ലാസ്റ്റിക് റീജിയനേ ഇല്ല അവിടെ. അപ്പൊ ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല എന്ന് കമ്പാക്ട് ടു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞിട്ട് സ്ട്രെസ് മാറുമ്പോൾ കമ്പാക്ട് ടു ഒറിജിനൽ പൊസിഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് റീജിയനേ ഇല്ല. വെൻ ദ സ്ട്രെസ് ഈസ് റിമൂവ്ഡ് ലെറ്റ് കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. ലാർജ് ഇലാസ്റ്റിക് റീജിയൻ ഉണ്ട്, പ്ലാസ്റ്റിക് റീജിയൻ ഒന്നും ഇല്ല അതിന്. There is no well-defined plastic region. Substances like tissue of aorta, rubber, etc., which can be stretched to cause large strain, are called elastomers. അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഇലാസ്റ്റോമർ. അപ്പൊ ഗ്രാഫ് കാണിച്ചിട്ട് ചോദിക്കും ഇത് എന്ത് തരം മെറ്റീരിയൽ ആണെന്ന്. അപ്പൊ ഇത് ഇലാസ്റ്റോമേഴ്സ് ആണ്. Which can be stretched to cause large strain, but it will come back to its initial configuration when the stress is removed. Okay, അപ്പോൾ നമ്മൾ ഗ്രാഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചു. വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്. നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. യങ്സ് മോഡുലസ് ടെക്സ്റ്റിലുള്ളതാണ്. ഇത് നമ്മൾ ഗ്രാഫ് വെച്ച് പഠിച്ചില്ലോ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ y ആണ്. സ്ട്രെസ് by strain, normal stress by longitudinal strain, F by A by delta L by L, FL by A delta L. So what is the unit of Young's modulus? What is the unit? Stress in the unit and the force by area, Newton per meter square. Strain the unit and the strain the unit. Strain does not have does not have unit.
അപ്പൊ യങ്സ് മോഡുലസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മുകളിലത്തേന് ന്യൂമറേറ്ററിന് മാത്രമേ യൂണിറ്റ് ഉള്ളൂ, ഡിനോമിനേറ്ററിന് യൂണിറ്റ് ഇല്ല. അപ്പൊ എന്തായിരിക്കും യൂണിറ്റ്? ന്യൂമറേറ്ററിന്റെ യൂണിറ്റ് അല്ലേ? എന്താണത്? ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, m raised to -2, or Pascal. Pascal, P-A, named after the scientist Pascal. നമുക്ക് യൂണിറ്റും കിട്ടി ഇതിന്റെ കേട്ടോ. യങ്സ് മോഡുലസ് നേരത്തെ കാണിച്ചു തന്നെയാണ്. നോർമൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഫോഴ്സ് ബൈ ഏരിയ ബൈ ഡെൽറ്റ എൽ, F by A into L by delta L, F into L by pi r square, area cross section of the wire, pi r square into delta L. So FL by pi r square delta L. F is the normal force applied at the end B, of the wire of area cross section A equal to pi r square. L is the original length, delta L is the increasing length. അപ്പോൾ ഒരു ഫോർമുല എഴുതി കഴിഞ്ഞാൽ അതിൽ ഓരോ ലെറ്റേഴ്സ് എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് വൈ? വാട്ട് ഈസ് വൈ ചിൽഡ്രൻ? വാട്ട് ഈസ് വൈ? വാട്ട് ഈസ് വൈ? യങ്സ് മോഡുലസ്. ഓക്കെ. വാട്ട് ഈസ് എഫ്? ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ്. എഫ് ഇങ്ങനെ കണ്ടുപിടിക്കും. ഫോർമുല ഫോർ എഫ് എങ്ങനെ കണ്ടുപിടിക്കും? MA. MA. ഇവിടെ എന്താണ്? MA ആണ് വരിക. ഇവിടെ കേസിൽ MG ആണ് വരിക. F equal to MG വരും. L എന്താണ് ഇവിടെ? വാട്ട് ഈസ് L? ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ L എന്താണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലേ? ഓക്കെ. പൈ ആർ സ്ക്വയറോ? ഏരിയ എന്നാണ്. ഏരിയ ക്രോസ് സെക്ഷൻ എന്നാണ് പറയണ്ടേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വയറിന്റെ മൊത്തം ഏരിയ എടുക്കേണ്ടി വരും. അതല്ല, ക്രോസ് സെക്ഷൻ മതി. ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഏരിയ ക്രോസ് സെക്ഷൻ മതി കേട്ടോ. പൈ ആർ സ്ക്വയർ ഇസ് ദ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ. ആസ് എ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. ഓർ പാസ്കൽ. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഇവിടെ നിർത്താം.